മാളുവേ, ഈ പറമ്പെല്ലാം അങ്ങ് കാട് കയറി കിടക്കുവാണല്ലോ. ആ കാടങ്ങ് വൃത്തിയാക്കിക്കൂടെ ചേട്ടാ? ആ, വൃത്തിയാക്കാം. ഓ, ആരോ വിളിക്കുന്നുണ്ടല്ലോ. ഹലോ. ബിജുണ്ണ. ഞാൻ പത്രത്തിൽ വായിച്ചായിരുന്നു. ഹാ 6 മണിക്ക് 6 മണിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. കാര്യം ഞാനേ ഇച്ചിരി പനി ഏറ്റായിരുന്നു കേട്ടോ വീട്ടിലേ. അവരോട് പറഞ്ഞു ഇച്ചിരി കാട് വെട്ടാനുണ്ടായിരുന്നു. 6 മണിയല്ലേ? എല്ലാവരും ഉണ്ടോ വൈകിട്ടത്തേക്ക്? ഓക്കെ, നോക്കാം. എന്തായാലും 6 മണിയത്തേക്ക് റെഡിയായി നിൽക്കാം. എന്തോ പ്രശ്നം എന്തുവാ? എവിടെ പോകുന്ന കാര്യം പറയുന്ന 6 മണിക്ക്? എടി, നീ പത്രത്തിൽ വായിച്ചില്ലായിരുന്നോ? എന്തുവാ, ഇനി 2-3 ദിവസത്തേക്ക് ബിവറേജസ് ഇല്ല. അപ്പോൾ മാത്രമല്ല, ഇപ്പം ബിജുവണ്ണൻ വിളിച്ച് പറഞ്ഞ് ഇന്ന് വൈകുന്നേരം നമ്മൾ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഞാൻ കണക്ഷമായിട്ട് കാണണമെന്ന് പറഞ്ഞിരിക്കുക. നമ്മുടെ കൂട്ടുകാരന്മാരെല്ലാവരും ഉണ്ട്. അപ്പോൾ എന്തുവായാലും ഞാനൊന്ന് പോവേ. അപ്പോൾ 6 മണിക്ക് മുമ്പ് പോകണം. 7 മണിക്കാണ് കട അടയ്ക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് ബിവറേജ് അടയ്ക്കുന്നതിന് മുമ്പ് 6 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ പോക്കോ. നമ്മളിപ്പോ എന്തോ പറഞ്ഞോണ്ടിരുന്നേ? കാട് നമുക്ക് ഇനി 2-3 ദിവസം കളിയില്ല. ആദ്യം നമുക്ക് കാട് വൃത്തിയാക്കണ്ടേ? കാട് വൃത്തിയാക്കണം. നമുക്ക് കാട് വൃത്തിയാക്കിയിട്ട് 7 മണിക്ക് മുമ്പൊക്കോ. അങ്ങനെയാണോ? എങ്കിൽ ശരി, ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിലേ 6 മണിക്ക് മുമ്പ് ഞാൻ പണി എങ്ങനെ ചെയ്ത് തീർക്കുന്നത് കാണിച്ചു നോക്കും. ഇന്ന് 2 ദിവസം പറഞ്ഞിട്ടുള്ളൂ ആയിക്കഴിഞ്ഞു. അങ്ങനെ 6 മണി ആയപ്പോഴത്തേക്കും പറമ്പിലെ കാടെല്ലാം വെട്ടി എൻ്റെ നട്ടല് റബ്ബറായി. ഓരോരോ പരസ്യം കണ്ടിട്ട് വെറുതെ ആവേശത്തിലെടുത്ത് ചാടുകയും ചെയ്യും. അയ്യോ, എനിക്ക് വയ്യേ. എങ്കിൽ പിന്നെ കുറച്ച് ചൂടുവെള്ളം എടുക്കട്ടെ ചേട്ടാ? എടുക്ക്.